കേരളത്തിൻ്റെ വ്യവസായ തലസ്ഥാനമായ എറണാകുളം നിയമസഭാ മണ്ഡലം. കഴിഞ്ഞ 2 തവണയായി എറണാകുളം നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് TJ വിനോദ് MLA ആണ്. വളരെ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ്. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നല്ല മികച്ച വിജയമാണ്. തീർച്ചയായും കോൺഗ്രസിൻ്റെ ഒരു കോട്ട എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എറണാകുളം എന്ന് പറയുന്നത്. ഇത്തവണത്തെ ഒരു വിജയ സാധ്യത എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഒരു മത്സര ചിത്രം എങ്ങനെയാണ്, ഒരു ഭൂരിപക്ഷ സാധ്യത എങ്ങനെയാണ്? അല്ല, കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ എറണാകുളം നിയോജക മണ്ഡലത്തിന് മാത്രം ചേരാനല്ലൂർ പഞ്ചായത്തിനും കൊച്ചി കോർപ്പറേഷനുമായ ഏകദേശം 19,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ നിയോജകമണ്ഡലത്തിലുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായ ശക്തമായ ജനവികാരം ഉൾക്കൊള്ളുന്നൊരു നിയോജകമണ്ഡലമാണ്. UDF ശക്തമായ വേരോട്ടമുള്ള നിയോജകം, UDF സ്നേഹിക്കുന്ന പ്രവർത്തകരുള്ള വോട്ടർമാരുള്ള ഒരു നിയോജകമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മൾ 3000-ലധികം ഭൂരിപക്ഷത്തിൻ്റെ വോട്ടിന് വിജയിച്ചു. പിന്നീട് അടുത്ത തവണ മത്സരരംഗത്ത് വന്നപ്പോൾ അത് ഭൂരിപക്ഷം 3 ഇരട്ടിയായിട്ട് കൂടിയിട്ടുണ്ടല്ലേ. അപ്പം ജനങ്ങളുടെ വിശ്വാസം കൂടുതൽ ഏറ്റെടുക്കാൻ സാധിച്ചു, ജനങ്ങളുടെ പ്രതികരണങ്ങൾ അതനുസരിച്ചൊരു വർക്ക് പിന്നീട് ഇത്തവണയും ഉണ്ടായിട്ടുണ്ടോ? അല്ല, 2019 ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം അതിരൂക്ഷമായ വെള്ളപ്പൊക്കമായിരുന്നു. 56% പോളിംഗാണത്. 100 വോട്ടുണ്ടെങ്കിൽ 56 പേരെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാ പോളിംഗ് ബൂത്തിലും വെള്ളക്കെട്ടായിരുന്നു. സ്വാഭാവികമായും അതിൻ്റേതായ പോളിംഗ് പെർസെൻറ്റ് കുറഞ്ഞപ്പോൾ ആ ഭൂരിപക്ഷത്തിന് കുറവ് വന്നു. 2021 ഞാൻ 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അതിനേക്കാൾ നല്ല ഭൂരിപക്ഷത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയും. കാരണം അത്രയേറെ വികസന പ്രവർത്തനങ്ങൾ ഞാൻ ഈ നിയോജക മണ്ഡലത്തിൽ MLA എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ കൂടെ നിന്ന് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും എറണാകുളം നിയോജക മണ്ഡലം ഇത്രയൊന്നും വികസിച്ചാൽ പോരാ എന്നൊരു അഭിപ്രായമൊക്കെ ഇവർ പറയുന്നുണ്ട്. പല കാര്യങ്ങളും ഇനിയും മാറ്റാനുണ്ടെന്നുള്ള കാര്യം. എന്നാൽ ഏറ്റവും കൂടുതൽ വികസന കുതിപ്പുണ്ടാകുന്നൊരു മണ്ഡലമായിട്ട് കേരളത്തിലെ ഒരു സ്ഥലമായിട്ട് നമുക്ക് എറണാകുളത്തെ പൊതുവായിട്ട് കണക്കാക്കുകയും ചെയ്യും. അതിന് മറ്റ് കാരണങ്ങളാണ് അവർ വിലയിരുത്തുന്നത്. ഈ വികസനത്തിൻ്റെ വേഗം എത്രത്തോളം ഉണ്ട്, നമ്മളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷ സർക്കാർ വന്നതുകൊണ്ട് ഈ വേഗത്തിനൊരു കുറവുണ്ടായോ, എങ്ങനെയാണ് അതിനെ പൊതുവെ വിലയിരുത്തുന്നത്? അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൻ്റെ ഫലമായി നമ്മുടെ നഗരത്തിലേക്ക് ഒരു കുടിവെള്ള സ്രോതസ്സും എത്തിയില്ലെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഞാൻ നിയമസഭയിൽ സബ്മിഷനായും സദസ്യനിക്കലായും ഈ വിഷയം കൊണ്ടുവന്നു. കാരണം നഗരത്തിലേക്ക് ഇന്ന് പ്രതിദിനം 45 ദശലക്ഷം ലിറ്റർ വെള്ളത്തിൻ്റെ ഷോർട്ടേജാണ് ഉള്ളത്. അപ്പോൾ ഒരു പുതിയൊരു കുടിവെള്ള പദ്ധതി വേണം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കളമശ്ശേരിയിൽ കിൻഫ്രയുടെ സ്ഥലത്തൊരു പുതിയ കുടിവെള്ള പദ്ധതിക്ക് ആരംഭം കുറിച്ചതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആ തെരഞ്ഞെടുപ്പ് വന്നു, ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നു, ആ പദ്ധതി അങ്ങ് കടലാസിൽ മാത്രം ഒതുങ്ങുന്നതായി. അതുകൊണ്ട് തന്നെ നഗരത്തിലെ നഗരവാസികളായ ജനങ്ങൾക്ക് 24 മണിക്കൂറും വെള്ളം കിട്ടുന്ന 24/7 എന്ന രീതിയിൽ വെള്ളം കിട്ടുന്ന ഒരു പദ്ധതി ഉണ്ടായേ പറ്റൂ. അതിനാണ് ആലുവ പമ്പിംഗ് സ്റ്റേഷന് സമീപം 190 MLD പ്ലാന്റ് സ്ഥാപിച്ച് നഗരത്തിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് വേണ്ടിയിരുന്നത്. പക്ഷേ ഈ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലമായി അതിൻ്റെ ഒരു രീതിയിലുള്ള നടപടിയും സ്വീകരിക്കാതെ പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ എങ്കിലും ജനങ്ങളുമായി ചേർന്നുകൊണ്ട് ഇപ്പോൾ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് ഒരു ചെറിയ മഴ പെയ്താൽ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം വലിയ വിമർശനമായിരുന്നു. ആ വിമർശനാത്മകമായ സാഹചര്യം നേരിടുന്നതിന് വേണ്ടി MLA ഫണ്ടിൽ നിന്നും CSR സപ്പോർട്ടിലൂടെയും നമുക്ക് നിലവിലുണ്ടായിരുന്ന KSRTC ബസ് സ്റ്റാൻഡ് അതിഗംഭീരമാക്കാൻ കഴിഞ്ഞു. യാർഡിനേക്കാൾ താഴ്ന്നാണ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നത്. ഒരു ചെറിയ മഴ പെയ്ത വെള്ളം കയറുമായിരുന്നു. ഇപ്പോൾ അത് നമ്മൾ ഉയർത്തി മനോഹരമാക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ് അത്. പുതിയൊരു ബസ് സ്റ്റാൻഡ് പണിയാൻ ഗവൺമെൻറ്റിൽ നിന്ന് വളരെ സമ്മർദ്ദം ചെലുത്തി 13 കോടി രൂപ നമുക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വടുതല ROB എത്രയോ വർഷമായി നമ്മൾ കേൾക്കുന്നൊരു പദ്ധതിയാണ്. ആ പദ്ധതി യാഥാർത്ഥ്യമായ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. വടുതല പേരണ്ടൂർ പാലം ഞാൻ കോർപ്പറേഷനിൽ കൗൺസിലാകുന്ന 95-ലാണ് ആദ്യമായി. അന്ന് മുതൽ കോർപ്പറേഷൻ്റെ ബഡ്ജറ്റിലൊരു വിഭാവനം ചെയ്യുന്നൊരു പദ്ധതിയാണ് വടുതല പേരണ്ടൂർ പാലം, വടുതലയും പേരണ്ടൂരിനെയും ബന്ധിപ്പിക്കുന്ന പാലം. അതും നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. അറ്റ്ലാന്റിസ് ROB മേഴ്സി വില്യംസ് മേയറായിരിക്കുമ്പോഴാണ് അറ്റ്ലാന്റിസ് ROB എന്നുള്ളൊരു പദ്ധതിക്ക് അന്ന് വിഭാവനം ചെയ്യുന്നത്. പക്ഷേ നിർഭാഗ്യവശം നടക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഭൂമിയും നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞു. ഒരു സ്വതന്ത്ര പരീക്ഷണങ്ങളൊക്കെ നേരത്തെ ഇവിടെ LDF നടത്തിയിരുന്നു. ഇത്തവണ സെക്കുലർ ജനതാദളിന് സീറ്റ് PR ശിവശങ്കറാണ്. അദ്ദേഹം ഈ സ്ഥാനാർത്ഥികൾ എത്രത്തോളം വെല്ലുവിളി ഉയർത്തുന്ന സ്ഥാനാർത്ഥികളാണ്, അതോ ഒരു ഈസി വാക്കോവറാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എറണാകുളം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വോട്ട് ബാങ്കുള്ളൊരു നിയോജകമണ്ഡലമാണ്. ഈ പൊന്നാപുരം കോട്ടയാണ്. ആ നിയോജക മണ്ഡലത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ 100+ സീറ്റാണ് പൊതുവെ UDF ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യം, ആത്മവിശ്വാസം. നമ്മളിവിടെ ഒരു 14 സീറ്റിൽ എത്ര സീറ്റാണ് പൊതുവെ എറണാകുളത്തിൻ്റെ ഒരു മണ്ഡലത്തിൽ നോക്കി നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത്? എറണാകുളം നിയോജക മണ്ഡലത്തിൽ നമുക്കറിയാം
14 സീറ്റും ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം കേരളത്തിൽ UDF ഏറ്റവും ശക്തമായ വളക്കൂറുള്ളൊരു ജില്ലയാണ്. എല്ലാ ബൂത്തുകളും സജീവമാണ്, എല്ലാ പാർട്ടി പ്രവർത്തകരും സജീവമാണ്. കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ നല്ല 14 സീറ്റും ജയിക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. UDFിൻ്റെ സാധ്യതകൾ വന്നപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നുള്ള ചർച്ചകളുമൊക്കെ വളരെ സജീവമായിട്ട് വരുന്നുണ്ട്. കോൺഗ്രസ്സിൽ അത്തരത്തിൽ എന്തെങ്കിലും തർക്കങ്ങളുണ്ടോ? പ്രധാനമായിട്ടും ആരെ മുൻനിർത്തിയായിരിക്കും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നോട്ട് ആരാണ് നേതാവ്? അല്ല, ഇത് പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പറഞ്ഞു ഇത് ടീം UDF ആണ്. കോൺഗ്രസിനകത്ത് ഇന്ന ആളെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞ് പ്രൊജക്റ്റ് ചെയ്ത് ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ അംഗീകരിക്കുക. തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവും. തീർച്ചയായും 2 പ്രാവശ്യം വിജയിച്ച് 3ാമത്തെ വിജയത്തിലോട്ട് കടക്കുന്നു. ഒരു തരത്തിൽ ഹാട്രിക് തന്നെയാണ്. നമുക്ക് എറണാകുളത്തിൻ്റെ മന്ത്രി എന്നുള്ള രീതിയിൽ നമുക്ക് ടി ജെ വിനോദിനെ കാണാൻ ആഗ്രഹമുണ്ട്. അതൊരു സാധ്യതയുണ്ടോ? അല്ല, അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്, പാർട്ടി ഹൈക്കമാൻഡാണ്. അത്തരം കാര്യങ്ങളെല്ലാം പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുക. അതിന് നമ്മളൊന്നും ഇടപെട്ട് ഇന്ന ചെയ്യണമെന്ന് പറയേണ്ട കാര്യമില്ല. അതൊക്കെ പാർട്ടിക്കറിയാം ആരെ ആക്കണം ആരെ ആക്കണ്ട എന്നുള്ള തീരുമാനം പാർട്ടിയെ സംബന്ധിച്ച് തീരുമാനിക്കും. എന്തായാലും വിജയം സുനിശ്ചിതമെന്നുള്ള ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സീറ്റ് സമയത്ത് ഉണ്ടായ ചില തർക്കങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വിജയകരമായി പരിഹരിക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച് നമ്മൾ നേരത്തെ ഉദ്ദേശിച്ച ഒരു രീതിയിൽ തന്നെ ആണ് പോകുന്നത്. ആത്മവിശ്വാസത്തിനൊന്നും യാതൊരു കുറവുമില്ല നിലവിലെ ഒരു വിലയിരുത്തൽ. ഈ എറണാകുളം ജില്ല മാത്രമല്ല, ഞാൻ കേരളത്തിലെ ഒട്ടാകെയുള്ള കാര്യമാണ്. നമുക്കറിയാം, ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ് തർക്കങ്ങളുള്ളത്. CPM നിന്ന് എത്രയോ നേതാക്കന്മാർ പാർട്ടി വിട്ട് UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ LDFിൻ്റെയും BJPയുടെയും ഭാഗമായി മത്സരിക്കുന്നു. കോൺഗ്രസിനകത്ത് അത്തരത്തിലുള്ള അന്തഃഛിദ്രങ്ങളൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്ന ചില പത്രമാധ്യമ സൃഷ്ടിയല്ലാതെ പാർട്ടി പ്രവർത്തകരെല്ലാം വലിയ ആത്മവിശ്വാസത്തിൽ കോൺഗ്രസും UDFും തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ടി ജെ വിനോദ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അദ്ദേഹത്തിന് ആത്മവിശ്വാസത്തിന് വകയുണ്ട്. കാരണം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 2 തവണയും ജനങ്ങളുമായി ഇടപഴകിയുള്ള ആത്മവിശ്വാസവും വികസന നേട്ടങ്ങളും ഒക്കെ അദ്ദേഹത്തിന് തുണയാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും എറണാകുളം ജില്ല ഈ കൈവിടില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ടി ജെ വിനോദ്. അദ്ദേഹത്തിന് എല്ലാവിധ വിജയാശംസകളും ഈ ഘട്ടത്തിൽ നേരുകയാണ്. ക്യാമറമാൻ P. ശശികാന്തിനൊപ്പം ശ്രീജിത് നായർ, അമൃത ന്യൂസ്, കൊച്ചി.